കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. നിങ്ങൾ പറഞ്ഞു തീർക്കണേ മുഴുവൻ പറഞ്ഞു കേൾക്കണല്ലോ. നിങ്ങളിങ്ങനെ മുഖം കണിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മുഖം കണിപ്പിക്കാം. ഉള്ള കാര്യം ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ശത്രുക്കളാണ്. ശത്രുക്കളാണ് അത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. നിങ്ങളോട് മുഖത്ത് നോക്കിയാണ് നിങ്ങൾ എന്ത് കാര്യം ഒരാൾ പറഞ്ഞാലും നിങ്ങൾക്ക് ശത്രുക്കളാവും. ഇപ്പൊ തന്നെ ഫോണ് സൈലന്റ് ആക്കി ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. എന്തിനാണ് ഒരു പെണ്ണുങ്ങൾ സ്വന്തം പോലെ ഫോണ് സൈലന്റ് ആക്കി കൊണ്ടു നടക്കുന്നത്? ഞങ്ങളെ ആരും ഫോണോട് സൈലന്റ് അല്ലല്ലോ. ഇന്റെ ഫോൺ 24 മണിക്കൂർ കൂടെ ബെല്ലടിക്കുന്ന ഫോൺ. എന്റെ ഫോൺ 24 മണിക്കൂർ എനിക്ക് ഫോൺ വന്നിട്ടല്ല ബെല്ലടിക്കുന്നത്. അങ്ങനെ ഇമാതിരി ഉടായ്പ പരിപാടി ഫോൺ നിങ്ങൾ നിരത്തി നിങ്ങൾ ഫോൺ നിങ്ങൾ വെക്കൂല. നിങ്ങൾ ആരെയും വെച്ച് അടക്കാലത്ത് നിങ്ങൾ ജീവിച്ചത്. അതൊന്നും നിങ്ങൾക്കൊരു കൂസലല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് കൂസലാണ്? പറഞ്ഞോ. ഇത് തീരെ ചെയ്യാം. മുപ്പത്തിരണ്ടല്ലേ? എത്ര ചരിത്രം പോകണ്ടേ? അങ്ങനെ വിളിച്ചല്ലോ. ചോദിച്ചിട്ട് അവരോട് പറയാൻ കിട്ടാം. അതുവരെ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാണല്ലോ. ഭക്ഷണം ഭക്ഷണം കഴിച്ചോ? അത് ശരി. ഒറ്റക്കാ? അത് ശരി. ഇടയ്ക്കിന് മക്കളൊക്കെ ഉണ്ടോ? ഇടയ്ക്കിന് മക്കളുണ്ടോ? മോളെ ഇടയ്ക്കിന് മോനെ തെറ്റി വലിയ ചോദിക്കുക. എന്നായിക്കോട്ടെ, ഞാൻ വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിളിച്ചിട്ട് നിങ്ങളോട് ഇന്ന് അതേമാതിരി തന്നെ ആര് വിളിച്ചാൽ എന്ത് വിളിച്ചെന്ന് ഒരു കാര്യത്തിന് നമ്മൾ ചോദിക്കാൻ പറ്റില്ല. നിങ്ങളോട് വീഡിയോ പോകുന്നതിന് ഒരു മുടക്കം നമ്മൾ ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പറയിപ്പിക്കരുത് നാട്ടുകാരെ കൊണ്ട്. ഇത് പറഞ്ഞാൽ നിങ്ങൾ നമുക്കെതിരെ എന്തൊക്കെ ചെയ്തു നോക്കിയത്? കൊട്ടേഷനെ വിളിച്ചാൽ രാജേഷ് എന്ന് പറഞ്ഞാൽ വിളിച്ച കാലം പോലും നമ്മളങ്ങോട്ട് ഉണ്ടാക്കിക്കാളെന്ന് പറഞ്ഞു. നമ്മളങ്ങോട്ട് ഉണ്ടാക്കിക്കാളും. ഒരു ഓനെ വിളിച്ചാണ്ട് ഓനെ ഉടച്ചു വിളിച്ചാണ്ട് ഇവിടെ വയ്യാൻ ചെയ്യുന്നു. നമ്മളത് കൊലയും സ്ഥലം കാട്ടി കൊടുക്കണം, മക്കളെ കൊല്ലാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രവിയെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചാണ്ട് തോന്നിയാണെന്ന് പറയുന്നു. ഈ വ്യക്തികളൊക്കെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെന്തിനാണ് ഞങ്ങളോട് ഞങ്ങളെന്തിനാണ് കൊല്ലണമെന്നും അല്ലെങ്കിൽ ഞങ്ങളെന്തിനാണ് വെട്ടണമെന്നും അല്ലെ ഞങ്ങളെന്തിനാണ് തോന്നിയാസം പറയണമെന്നും വിചാരിച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തോ നിങ്ങളിവിടെ നാട്ടിലിറങ്ങിയാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഞങ്ങളെ കുറിച്ച്. ആകെ ഓട്ടോറിക്ഷക്കാരോട് നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഓട്ടോറിക്ഷക്കാരോട് മുഴുവൻ എന്തൊക്കെയാ പറയുന്നത്. നിങ്ങളെന്താ വിചാരിച്ചത് നമ്മളൊന്നും അറിയാത്ത ആൾക്കാരാണ്. നിങ്ങളെ കുടുംബക്കാരെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ എന്ത് വിശ്വസിക്കുന്നു. ഇവരോട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇന്ന മക്കൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അപ്പൊ ഞാനൊരു തടസ്സമാണ്, അതിനോട് ഇനി ആക്രമിക്കാണ്. നിങ്ങൾ നാട്ടുകാരോട് പറയുന്നതാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയ കഥകളും നിങ്ങൾ ഉണ്ടാക്കി തീർത്ത കാര്യങ്ങളും ഈ നാട്ടുകാർക്കൊന്നും അറിയില്ല. ഈ നാട്ടുകാരോടൊന്നും ഞാൻ ഇത്രയും കാലം ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തു കൂട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഇങ്ങനത്തെ ഒരു സംസാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ ഒന്നും അങ്ങോട്ടേക്ക് ഉണ്ടാക്കിയല്ല. ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ കാലം നശിച്ചു. നിങ്ങളുടെ ചെയ്തോണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങൾ ചെയ്താലല്ലാത്ത ഇതിലും ഇപ്പൊ അറിഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്താലാതാണ് നിങ്ങൾ ഇപ്പൊ പറയണം. അത് ഞാൻ ചെയ്താലാന്നുള്ളത് പറയണം. ഒരൊറ്റ കാര്യങ്ങൾ ചെയ്യാത്താണെങ്കിൽ
ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാം എനിക്ക് ഞാൻ എന്റെ കണ്ണോട് കണ്ട കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പം എന്ന് പറയണമെങ്കിൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അത് തെളിയിച്ചു തരാനുണ്ട്. ഞങ്ങളുടെ ജീവിതം വെച്ചിട്ട് നിങ്ങൾക്ക് കളിച്ചിട്ട് മതിയായിട്ടില്ല. ഇപ്പൊ എന്നിട്ട് ഈ മന്ത്രവാദത്തിന്റെ ഇതില് കൊലക്കി ഒടുങ്ങാനുള്ള പരിപാടി, അതായത് സ്വയം ഒടുങ്ങണം ഞങ്ങൾ. ഇതൊരാളും പറഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം, എനിക്കറിയാം എന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇന്ന് എനിക്കറിയാം എന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നിങ്ങൾ ഇവിടെ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി തരുന്നത് എന്തൊക്കെ കളക്കി തരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ആരെ പറഞ്ഞിട്ടാണ്? ഇനിയിപ്പോ പറഞ്ഞിട്ടാണെന്ന് പറയാമെങ്കിൽ നിങ്ങൾ നാളെ പറയും ഞാനും ഓളും തമ്മിൽ അങ്ങനത്തെ വന്നതാണ്, അല്ലെ ഞാനും ഓളും തമ്മിൽ അങ്ങനത്തെ വന്നതാണ്. എന്തായാലും സ്വന്തം മാമന്റെ ഭാര്യ എന്റെ അമ്മായിയെ വേണ്ടി എനിക്ക് തോന്നിയതാണ്. അതേപോലെ ശ്രുതി നിങ്ങളോട് കച്ചറുണ്ടാക്കിയപ്പോ ശ്രുതിയായിട്ട് എനിക്ക് തോന്നിയതാണ്. ഇത് മുഴുവൻ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാ. ഞാൻ നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. സ്വന്തം തള്ള ഈ വർത്തമാനം പറയുമ്പോൾ കേൾക്കുന്നവരെ വിശ്വസിക്കും. പക്ഷെ ആ സ്വന്തം തള്ള ഇപ്പൊ കൊണ്ടു പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ശ്രുതിയായിട്ടും നിങ്ങളെ നാത്തൂരെ കഴിയാണ്ട് എനിക്ക് അവിഹിതം ഇപ്പൊ വന്ന് പറയണത്. നിങ്ങളുടെ നാട്ടിൽ മുഴുവൻ പാടി നടന്ന കാര്യം അത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബോധത്തോടു കൂടിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എന്ത് സതി ചെയ്യുന്ന തെറ്റിനെ ചോദ്യം ചെയ്യുക, അപ്പൊ സതി പറയുന്ന കാര്യങ്ങളായത് മറ്റുള്ളവനെ ഇല്ലാതാക്കാനും മറ്റുള്ളവൻ പറയുന്ന ഒരാളെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ എത്ര ആൾക്കാരോട് പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്? നിങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാടിനോട് വന്നപ്പോ പാലക്കാടിനോട് എന്താ പറഞ്ഞത്? അജിക്കുട്ടിന് ഭ്രാന്താണ്. പാലക്കാടോട് ഞാൻ ചോദിച്ചേ, പാലക്കാട് ഒന്ന് അറിഞ്ഞിട്ട് പോലെയല്ലോ. പാലക്കാടിനോട് പറയാം, ഒരമ്മയോട് നമ്മൾ അങ്ങനെ ചോദിച്ചോ അജിക്കുട്ടാന്ന് ചോദിച്ചത്. പാലക്കാട് നിങ്ങളോട് ചോദിച്ചോ എനിക്ക് ഭ്രാന്താണെന്ന്? ഞാനെങ്ങനെ എന്നോട് പറഞ്ഞോ എനിക്ക് ഭ്രാന്താന്ന് പാലക്കാടൻ പറഞ്ഞത്? ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കോൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കോൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ മുകളിൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട. സത്യം എന്ന് പറഞ്ഞ സാധനം അവനവന്റെ ഭാഗത്തായതുകൊണ്ട് സമൂഹം ഞങ്ങളുടെ കൂടെ നിൽക്കും. അത് ഇന്നത്തോടു കൂടി സതിന്റെ കൂടെ നിൽക്കുന്ന സമൂഹം മുഴുവൻ നാളെ എന്റെ കൂടെ നിൽക്കും. കാരണം നാളെ സതിക്ക് എന്താ ഇപ്പൊ ഞാൻ പറയുന്നു, നാളെ നേരം കൊടുക്കട്ടെ. എന്നിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ വെച്ച് കളിച്ചത് നിങ്ങളുടെ തോന്നിയാസത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള തെളിവുകളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഇപ്പൊ തിരുത്താനോ? ഞാൻ ഒന്നും തിരുത്താനല്ലോ. അതെ, അല്ല ഞാൻ പറഞ്ഞാലേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും കേട്ടതായിട്ടുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടാണ് പറയണ്ടേ, കേട്ടതും പറഞ്ഞു. കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. ഈ ലോകം, ഈ സമൂഹം, ഈ ആൾക്കാർ മുഴുവൻ എനിക്ക് അറിയിച്ചേ പറ്റുള്ളൂ. അറിയിച്ചോ? എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. ഇങ്ങക്ക് അല്ലെങ്കിൽ എന്താണത്? ഇങ്ങക്ക് എന്താണ്? സ്വന്തം മക്കളെ കുറിച്ച് ഇല്ലാത്ത കഥ പറഞ്ഞ് ഉണ്ടാക്കിയ ഇങ്ങക്ക് എന്ത് കൂസലാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞാല്? ഇങ്ങക്ക് അങ്ങനെ കൂസലുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് ഈ ഭാസ്കര വൈദ്യ എന്ന് പറഞ്ഞ ആളുടെ കൂടെ കയ്യിൽ പിടിച്ച് മുക്കത്തങ്ങാടി കൂടെ നടക്കൂലേ? നീ അയാളെ ഭാര്യ ഇപ്പൊ ജീവനോടുണ്ടോ? അല്ല അയാളെ കൊന്നോ? അല്ല നിങ്ങൾക്ക് എല്ലാരും കൊല്ലലാണല്ലോ പരിപാടി. തടസ്സം നിൽക്കുന്ന ഇങ്ങനെ തോന്നാസിന് തടസ്സം നിൽക്കുന്ന എല്ലാരും കൊല്ലലാണ് പരിപാടി. നിങ്ങൾക്ക് വേറെ ഇത്തരമായിട്ടുള്ള അവീതം ഭാസ്കര വൈദ്യരോട് ചോദിച്ച സമയത്ത് ഭാസ്കര വൈദ്യർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയില്ലാന്ന്. നിങ്ങളെ തോന്നാസിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പോയി കഴിഞ്ഞു പോരേന്ന്. അന്ന് പിടിച്ച് കാലി പിടിച്ച് ഞാൻ മുതലൊടിച്ച് എനിക്കിപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങള്. എന്നിട്ട് സതി വലിയ മാന്യത ഉള്ള ആളും നമ്മളൊക്കെ ഒന്നിനും പറ്റാത്തവരും. സതി ഭയങ്കര ഡീസന്റ്, കുടുംബക്കാരുടെ മുന്നില്, നാട്ടുകാരുടെ മുന്നില്, വേറെകളുടെ മുന്നില് സതി എല്ലാം തെരഞ്ഞ ഒരാള്. ബാക്കി നമ്മുടെ ജീവിതം മുഴുവൻ സതി എന്ന് പറഞ്ഞ ഒരു ഒറ്റ പേരിന്റെ മുകളാണ് ഇല്ലാതെ. ഇന്ന് ഞാനും ഇവരും അനുഭവിക്കുന്നത്, അതായത് നിങ്ങളെ മക്കൾ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന അതേ കാര്യമാണ് പണ്ട് നിങ്ങളെ കെട്ടിയോ സുകുമാരൻ അനുഭവിച്ചത്. സുകുമാരൻ വേറെ ഒന്ന് കെട്ടീനി, അത് മാത്രമേ കുറ്റം പറയാനുള്ളൂ. പക്ഷെ സുകുമാരനെ ഒഴിവാക്കാനുള്ള കാരണം അതൊന്നല്ലേ, ഇന്നൊക്കെ കളിക്കാൻ വേണ്ടി നിങ്ങൾ ഒഴിവാക്കി. അതിപ്പോ നല്ല ബോധ്യം എനിക്ക്. കാരണം ഇന്ന് ഞങ്ങളെ ഒഴിവാക്കുന്നുണ്ടോ?
ഇത്രയും കാലം സുകുമാരന്റെ കയ്യിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു തെറ്റാണെന്ന് ഒരെണ്ണം കെട്ടിയതാണ് തെറ്റായത്, അതേക്ക് ഞാൻ കണ്ട തെറ്റ്. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി, സ്വന്തം തള്ള മക്കൾക്കെതിരെ ഇമാതിരി കളികൾ വെക്കുമ്പോ എനിക്ക് നല്ല പോലെ മനസ്സിലായി സുകുമാരനല്ല തെറ്റ്, സാധ്യയാണ് തെറ്റ്. സുകുമാരനൊക്കെ സൈഡാക്കി കഴിഞ്ഞാൽ സുകുമാരനെ ഒഴിവാക്കാൻ പറ്റി, ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഒഴിവാക്കാൻ പറ്റി. മക്കളെ നിങ്ങൾ എന്ത് ചെയ്യും? മക്കളെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കൊല്ലണമെന്നില്ല. അതിനുള്ള ചെയ്ത് നിങ്ങൾ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാല് പോലെ നിങ്ങളാണ് വെച്ചിട്ടുണ്ടാക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഇവിടത്തെ എന്തൊക്കെ ഇന്ന് ചത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ് ഉണ്ടാക്കിയത് തെളിവുണ്ടാവുന്ന പേടിയുണ്ടാക്കി നിങ്ങൾ ചെയ്യാത്തത്, കൊല്ലാത്തത്. പക്ഷെ നിങ്ങൾ അല്ലാത്ത രീതി ചെയ്യുന്നുണ്ട്. ബാക്കി പറഞ്ഞ സ്വയം ചാവാൻ കണക്കാക്കിയിട്ട് നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ മന്ത്രവാദം ചെയ്തിട്ടാണല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിയത്. ഇപ്പം ഈ ഒരു മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സമൂഹം പുച്ഛിക്കാൻ മതിയോ മന്ത്രവാദം, അത് എന്താ സാധനം. പക്ഷെ നിങ്ങൾ മന്ത്രവാദം ചെയ്ത് കൊന്ന വ്യക്തിയുണ്ട്. പണ്ട് എറണാകുളത്തെ ഒരു പെണ്ണിനെ കൊന്ന കഥ, മന്ത്രവാദം ചെയ്യാൻ പോയാൽ കൊന്ന കഥ എനിക്കറിയുന്ന കഥയൊക്കെ തന്നെയാണ്. അപ്പൊ എന്റെ ഫോട്ടോ വീഡിയോയിൽ ഉണ്ടല്ലോ എടുത്തു വെച്ചിട്ട്. നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നുള്ള എനിക്കറിയാം, ഈ മന്ത്രവാദം കൊണ്ട് ഭവിഷ്യത്തിൽ അല്ലെന്നുള്ള എനിക്കറിയാം. പക്ഷെ ഒന്നെനിക്കറിയാം, ഞങ്ങൾ മക്കളില്ലാതാവണം. അത് നിങ്ങളുടെ സ്വന്തം ആവശ്യമാണ്. നിങ്ങൾ അതേപോലെ നിങ്ങളെ കൊണ്ടു നടക്കുന്ന കുറച്ച് ആണുങ്ങളിൽ അതിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പറയാൻ ഞാൻ ആളുകൾ. പക്ഷെ എന്ത് സാധീന്റെ തോന്നാസത്തിന് വേണ്ടി കാട്ടി കൂട്ടു നിൽക്കുന്ന കുറച്ച് ആണുങ്ങളുണ്ട്. ഇവന്മാരുടെ നെഞ്ഞത്ത് കയറുന്ന സ്വന്തം മക്കള് മറ്റുള്ളവരെ തോന്നാസം കളിക്കാന്നുള്ളത് പറഞ്ഞുണ്ടാക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞും ചെയ്തും കൂട്ടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി സാധ്യമാണ് സമൂഹം അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം സതി ഇപ്പൊ ബാക്കിയുള്ളവരെ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചതും ചെയ്തു വെക്കുന്നുള്ളത് ചിന്തിച്ചു നോക്കിയാലോ. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചാവാൻ കണക്കാക്കിയല്ലേ ചെയ്യുന്നത്. പിന്നെ കൂട്ടന്റെ ആവശ്യമില്ലല്ലോ, കൊല്ലാനാണ് ചെയ്യുന്നത്, കൊല്ലാനാണ് വിചാരിച്ചത്. ഇനി മതി കൊല്ലാൻ തന്നെയാണ് വിചാരിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം, നന്നായിട്ട് നന്നായി 100% അറിയാം നിങ്ങൾ ഞങ്ങൾ കൊല്ലാൻ വേണ്ടിയാണ് തന്നെയാണ് വിചാരിച്ചു നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പണ്ട് കൊട്ടേഷൻ രാജേഷൻ എടുത്തത് അവിടെ കൊണ്ടുവന്നു. ഇപ്പൊ മന്ത്രവാദം കൊണ്ട് കൊല്ലാൻ വേണ്ടിയായിട്ട് രവി പറഞ്ഞെടുത്താലും ഫറോക്കിലുള്ള രവി പറഞ്ഞെടുത്താലും കൂട്ടുപിടിച്ചാണ് നടക്കുന്നുണ്ടാണ്. പിന്നെ ഭാസ്കര വൈദ്യരെ കൊണ്ട് പറ്റുന്ന പോലെ ഭാസ്കര വൈദ്യരും ചെയ്യുമല്ലോ, മതിയല്ലോ. ഇതൊക്കെ മതിയല്ലോ നിങ്ങൾക്ക്.